കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. കക്കാട് സ്വദേശി ഷിബിലിയാണ് കൊല്ലപ്പെട്ടത്. ആക്രമണ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്ന് വൈദ്യപരിശോധനയിൽ സ്ഥിരീകരണം. ആക്രമണത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതി യാസറിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഷിബിലിയെ കൊല്ലുമെന്ന് യാസർ നിരന്തരം ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഇയാളുമായി നിയമപരമായി വേർപെടാൻ ഷിബില തയ്യാറെടുക്കുമ്പോഴാണ് കൊലപാതകം. പുള്ളി മകള് ഷിബില എന്ന് പറഞ്ഞ വ്യക്തി അവിടെ കത്തി കൊണ്ട് വീണ് കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ കുഞ്ഞി എന്ന് പറഞ്ഞൊരു വ്യക്തി അവളെ ഉപ്പൻ്റെ മേലെ ചോരയൊക്കെ ബ്ലഡൊക്കെ വന്നിട്ട് ഒരവസ്ഥയിലായിരുന്നു. ഞാൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് വിഷയം ചെയ്തു. അപ്പോൾ പുള്ളി വണ്ടി എടുത്ത് പോകാൻ നോക്കിയപ്പോൾ ഈ സൈക്കിൾ എടുത്ത് ഡോറിൻ്റെ മുകളിലേക്ക് എറിയുകയും ചെയ്തു. നമ്മളെ നേരെ കത്തി കൊണ്ട് വീശിയപ്പോഴാണ് ഞാനിത് എടുത്തിട്ട് പുള്ളിനെ അടുത്ത് നേരൊക്കെ എടുത്തത്. അപ്പോൾ പുള്ളി വണ്ടി എടുത്ത് പോയി. ഗ്ലാസ് പൊട്ടിയത്. ആ സമയത്ത് ഷിബിലയുടെ കണ്ടീഷൻ വീണ് കിടക്കായിരുന്നു. കഴുത്ത് ഇങ്ങനെ കുറച്ച് ബെൻഡായിട്ട് വന്നിട്ട് വീണെടുക്കാൻ നല്ല ആഴത്തിൽ മുറി ഉണ്ടായിരുന്നു കഴുത്തിൽ. അവിടുന്ന് ബ്ലഡ് ലീക്ക് ആവുന്നുണ്ടായിരുന്നു നല്ലോണം. ഇവര് തടുക്കാൻ ശ്രമിച്ചതാണോ? അതെ, ഇവര് തടുക്കാൻ ശ്രമിച്ചതായിരിക്കണം. കാരണം അപ്പോൾ ഞാൻ അടല്ല, തടുക്കാൻ ശ്രമിച്ചതാണെന്നാണ് നിഗമനം. കാരണം അവർ തടുക്കാന്നപ്പോൾ ഉണ്ടായിരുന്നാണ്. പുള്ളിയുടെ കത്തിന്റെ കൈ പാടുണ്ടൊന്ന് ഇവിടെ, ഉള്ളിൽ ചെറിയൊരു മുറിവുണ്ട്. വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നു. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ലഹരി ആ സമയത്ത് ഉപയോഗിച്ചിരുന്നില്ല, പൂർണ്ണമായ ബോധത്തിലുള്ളപ്പോഴായിരുന്നു ഈ കൊല നടത്തിയത് എന്നാണല്ലോ ലഭ്യമാവുന്ന വിവരങ്ങൾ. വിശദാംശങ്ങൾ എന്താണ് ഇംതിയാസ്? തീർച്ചയായിട്ടും ഇന്നലെ യാസറിനെ മെഡിക്കൽ കോളേജ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തു. പിന്നീട് താമരശ്ശേരി പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തതിനു ശേഷം കോഴിക്കോട്ടെ ബീച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടാണ് വൈദ്യപരിശോധന നടത്തിയത്. ആ വൈദ്യപരിശോധനയുടെ ഫലമാണ് ഇത്തരത്തിൽ ഈ കൃത്യം നടത്തുന്ന സമയത്ത് ലഹരിയുടെ സാന്നിധ്യം യാസറിൽ ഉണ്ടായിരുന്നില്ല. സ്വബോധത്തോടെയാണ് ഇങ്ങനെയൊരു കുറ്റകൃത്യം, ക്രൂരമായ കുറ്റകൃത്യം യാസർ നടത്തിയിരിക്കുന്നത് എന്നിപ്പോൾ പോലീസ് പറയുന്നത്. രാസലഹരിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോൾ രാസലഹരിയുടെ സാന്നിധ്യം ഇല്ല എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ വളരെ ആസൂത്രിതമായി കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി മാർക്കറ്റിൽ നിന്ന് പുതിയ കത്തി വാങ്ങിയിട്ടാണ് യാസർ കക്കാട്ടെ ഈ ഭാര്യയുടെ ഷിബിലയുടെ വീടായിട്ടുള്ള ഇങ്ങോട്ടേക്ക് എത്തിയത് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ. അങ്ങനെയാണ് ഇവിടെ എത്തി ആദ്യഘട്ടത്തിൽ ഷിബിലയെ കൊലപ്പെടുത്തി, പിന്നീട് ഭാര്യാപിതാവിനെയും ഭാര്യാമാതാവ് ഹസീനയും ഒക്കെ ആക്രമിച്ച് അവർക്കൊക്കെ പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഈ താമരശ്ശേരി അതുപോലെ തന്നെ ഈങ്ങാപ്പുഴയെല്ലാം കേന്ദ്രീകരിച്ച് വ്യാപകമായ രീതിയിൽ ലഹരി വിൽപ്പനയും ലഹരി ഉപയോഗവും ഒക്കെ നടക്കുന്നുണ്ട് എന്നും നാട്ടുകാരിൽ പലതും പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ഇവിടുത്തെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ചേരുന്നുണ്ട്, പഞ്ചായത്ത് അതെ ചേരുന്നുണ്ട്. അദ്ദേഹം എന്താണ് ഇവിടുത്തെ ഈ യാസറുമായി ഉള്ളൊരു ഗ്യാങ് ലഹരിയുടെ ഗ്യാങ് ആണോ, അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ, കാരണം കഴിഞ്ഞ ഈ തൊട്ടടുത്ത സ്ഥലത്തുനിന്നായിരുന്നു ഉമ്മയെ കൊന്ന മകൻ ഈ പ്രതിയുമായിട്ട് യാസർ അടുത്ത സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ തരത്തിലുള്ള ആളുകൾ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നിരന്തരം പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുമാണ്. ഈ കഴിഞ്ഞ 28-ാം തീയതി ഈ പെൺകുട്ടി പോലീസിൽ പരാതി കൊടുത്തതാണ്. കാരണം എൻ്റെ ഭർത്താവ് രാസലഹരി ഉപയോഗിച്ചുകൊണ്ട് എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, പല മാനസികാവസ്ഥയിൽ എന്നോട് സംസാരിക്കുന്നുണ്ട്, എന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സംരക്ഷണം നൽകണം. പലതവണ ഇത്തരത്തിൽ ഭീഷണി ഉണ്ടായിരുന്നു. ഷിബിലിക്ക് വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണ്, പോലീസിൽ പരാതിയും നൽകിയതാണ്. വേർപിരിയാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാവുന്നതും ഷിബിലി കൊല്ലപ്പെടുന്നതും.